ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു ഈവനിങ് വ്ളോഗുമായിട്ടാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി ഡോണറ്റിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ വരുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ അവർക്കുള്ള ഡോണറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഞാൻ ഒരു കപ്പ് ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഈ ഈസ്റ്റൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വരും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധാ ചേരുവ കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഡോണറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ഞാനിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഈ ഒരു കപ്പിൽ 2.25 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വീട്ടിലേക്ക് മസാല ഒക്കെ വാങ്ങുന്ന സമയത്ത് അതിലുണ്ടാവുന്നൊരു ജാതിക്ക. അപ്പോൾ ഇതിൻ്റെ പൊടി ഉണ്ടെങ്കിൽ പൊടി ഒരു അല്പം ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനിത് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ കൈകൊണ്ട് ഇളക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ കയ്യിലൊക്കെ നന്നായിട്ട് പിന്നെ ഒട്ടി പിടിക്കുള്ളൂ. അപ്പോൾ ആദ്യം നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. പിന്നെ ലാസ്റ്റ് നമുക്കൊന്ന് കൈകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ മാവൊക്കെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മീതെ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ പൊങ്ങി വരും കേട്ടോ. കാരണം ഇപ്പം നല്ല ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. അപ്പോൾ അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്ക് കാപ്പി വേണം പറഞ്ഞപ്പോൾ ഞാൻ കാപ്പി ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയ മിൽക്ക് മെപ്പാനില്ലേ, അപ്പോൾ അതിൽ കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇനി ഇതിലേക്കുള്ള പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇക്കാക്കുള്ള കാപ്പിയൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഇക്കാൻ്റെ ഉമ്മ അവിടെ ഉള്ള സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനത് ഇടാൻ കുറച്ച് ലൈറ്റായി പോയി. അപ്പോൾ ഇക്ക വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ കുറച്ച് മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുകയാണ്. കുറച്ച് പച്ചക്കറിയുണ്ട്, പിന്നെ കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആശുമോനിക്കുള്ള. അപ്പം അവനത് കൊണ്ടുവന്ന് കണ്ടപ്പോൾ തന്നെ കവറൊക്കെ ഒരു സൈഡിൽ നിന്ന് പൊളിച്ചിട്ട് എടുക്കൽ കഴിഞ്ഞിരിക്കുന്നു ബിസ്ക്കറ്റൊക്കെ. പിന്നെ എനിക്ക് ചെറിയ ജലദോഷമുള്ളതുകൊണ്ടാണ് എൻ്റെ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസമുള്ളത് കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റ് കിട്ടിയൊക്കെ എന്നെ അതായിട്ട് ഓടിയിരിക്കണ്. ഇനിയിപ്പോൾ കുറച്ച് തന്നെ ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ. അതിൻ്റെ കവറ് പൊട്ടിച്ച് കൊടുത്തിട്ടില്ല. അത് ഒറ്റക്കാർക്ക് പൊട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഞാനതൊക്കെ ഒന്ന് കവറൊക്കെ ഒന്ന് പൊളിച്ച് കൊടുത്തപ്പോൾ പിന്നെ അതായിട്ട് അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കാപ്പിപ്പൊടിയൊക്കെ കപ്പിലേക്ക് ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് നല്ലതായിട്ട് ആറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇക്കാക്ക് നല്ല ആറ്റണം കേട്ടോ, നല്ല പത വരണം. അതുവരെ നന്നായിട്ട് തന്നെ ഒന്ന് ആറ്റിയെടുക്കുകയാണ്. പിന്നെ കാപ്പി ആകുമ്പോൾ നല്ല മധുരം വേണ്ട, നല്ല മധുരത്തിൽ തന്നെയാണ് കാപ്പി കുടിക്കാറ്. അപ്പോൾ കൊപ്രയൊക്കെ ഉണങ്ങിയതിന് ശേഷം ഇക്ക കൊണ്ടുപോയിട്ടുണ്ട്, അത് ആട്ടി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അധികമൊന്നുമില്ല കേട്ടോ, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ആട്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലത്തെ ആ ഒരു കക്കനൊക്കെ അടിയിൽ ഊറിയിട്ടുണ്ടെങ്കിൽ എണ്ണ ഇന്ന് മാറ്റണം. പിന്നെ പുളിയൊക്കെ തൊണ്ട് കളഞ്ഞത് അതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കട്ടെ, ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട്. അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ മാവ് കേട്ടോ. ഇനി നമുക്കതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ഈ മാവ് ഒന്നിച്ചെടുത്തിട്ട് അങ്ങോട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പകുതിയാക്കാതെ അത് മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് പരത്തി എടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോന്നായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അത് ആ മാവൊക്കെ നന്നായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ഞാൻ പരത്തി, വല്ലാതെ നൈസായിട്ടല്ല. അപ്പോൾ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒന്ന് കുത്താൻ വേണ്ടി വേറൊന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഈ കുപ്പിയുടെ മൂടിയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ.
അപ്പോൾ ഞാൻ പൊടിയിലൊന്നിങ്ങനെ ടിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുകയാണ്. അങ്ങനെയല്ല ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഈ ഒരു കട്ടിയിലാണിത് പരത്തിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് ഒരു 15 മിനിറ്റും കൂടി നമ്മളൊന്ന് വല്ല തുണി കൊണ്ടൊന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഇത് പൊങ്ങി വരും. അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ മീതായിട്ടൊരു തുണി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ രണ്ടാമതും അതുപോലെ ചെയ്തിട്ട് അതിൻ്റെ മേലെയും തുണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ആദ്യം ഇട്ടതിൻ്റെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വൈകുന്നേരം നല്ലൊരു തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാക്കൊന്നും നല്ല ബിസിയാണ്. നാളെ നമ്മുടെ കൊയ്ത്ത്. അപ്പോൾ നെല്ലൊക്കെ കൊണ്ടുവന്ന് ഇവിടെയാണ് ഇടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ആ ഒരു പുല്ലൊക്കെ കട്ടമേലുള്ള പുല്ലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. കുറേ ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ പുല്ലുവെട്ടിനെ വിളിച്ചിട്ടാണ് ക്ലീനാക്കി എടുക്കുകയാണ് ചെയ്യാറ്. കാരണം ആ കട്ടയുടെ ഇടയിലുള്ള പുല്ലൊന്നും തീരെ നമുക്ക് കൈക്കൊണ്ട് പറിച്ചാൽ തീരെ കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് പരത്തിലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാനതൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത്. ഓയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഡോണറ്റ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണയിലിട്ട് ഒന്നും കൂടി പൊങ്ങി വരും. അപ്പോൾ എണ്ണയൊക്കെ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുട്ടികൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കുളിക്കാനും നിസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് പോയിക്കാണ്. ഞാൻ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇത് റെഡി ആകുമല്ലോ. അപ്പോൾ അവർക്ക് ചായയും ഡോണറ്റും കൂടിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികൾക്കും ഇക്കാൻ്റെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഡോണറ്റ്. രണ്ട് സൈഡും നല്ല കളറാക്കി എടുക്കൊന്നും വേണ്ട, ചെറിയൊരു കളറായി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സൈഡ് കളറായപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കളറാക്കി എടുക്കുകയാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ഇത് ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഡോണറ്റിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചോക്ലേറ്റോ പഞ്ചസാര പൊടിച്ചത് എന്ത് വേണമെങ്കിലും ടിപ്പ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ അത് ഞാൻ പിന്നീട് കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും വൈകുന്നേരം ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പുല്ലുവെട്ടി പോവാറായിട്ട് നിൽക്കണം. അതിൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പുല്ല് വെട്ടുന്നതൊക്കെ. അപ്പോൾ അവിടേക്ക് ഒന്ന് അടിച്ചൊരു വാരിയിട്ടുണ്ടാവും. അപ്പോൾ ഈ സൈഡിൽ കുറച്ച് ചട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക പറയുന്നതൊക്കെ ഒന്ന് മാറ്റി ഇടണം. ഇവിടെ ഇന്ന് നമ്മൾ നെല്ല് വന്ന് വെക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാൻ. അങ്ങനെ ഡോണറ്റ് നമുക്ക് നിന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ആയാലും മതി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഇതിൽ ടിപ്പ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പഞ്ചസാര പൊടിച്ചിട്ട് അതിൽ ടിപ്പ് ചെയ്തിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും ചേർക്കാണ്ട് അങ്ങനെ കഴിക്കാൻ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്നും ചേർക്കാതെയും കഴിക്കാം. അപ്പോൾ അതുപോലെയും കുറച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുക്കട്ടെ. അങ്ങനെ എല്ലാവരുടെയും ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മഗ്‌രിബ് സമയമായതുകൊണ്ട് തന്നെ പിന്നെ എല്ലാവരും ഇത് നിസ്കരിക്കാനും ഓതാനൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും നിസ്കരിക്കാൻ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്മോന് എന്ത് പറ്റിയെന്ന് അറിയില്ല, നല്ല കുട്ടിയായിട്ട് തന്നെ ഇരുന്നിട്ട് എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ആകെ അത്ഭുതപ്പെട്ടിട്ട് പറ്റുന്നത് അവൻ്റെ കൈ പിടിച്ച് ഞാനിങ്ങനെ എഴുതി കൊടുക്കണം. അപ്പോൾ ഇന്ന് പിന്നെ നല്ല കുട്ടിയായിട്ട് മാഷാ അല്ലാഹ് നല്ല കുട്ടിയായിട്ട് എന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് മാത്സ് ഇരുന്ന് എഴുതുകയാണ് കേട്ടോ. അപ്പോൾ അവനവിടെ ഇരുന്ന് എഴുതുന്ന ആ ഒരു മൂഡ് പോകണ്ടെന്ന് കരുതിയിട്ട് ഞാനും അവൻ്റെ കൂടെ അവിടെ ബെഡുമ്പോൾ തന്നെ ഇരുന്നിട്ട് പിന്നെ അവിടെ ഇരുന്നിട്ട് തന്നെ ഖുർആൻ ഓതാനും ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് പിന്നെ നമ്മൾ നിസ്കാരം ഓത്തും കുട്ടികളെ പഠിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ടൈമല്ലേ. അപ്പോൾ അത് പൊന്നുവിൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക അവനക്കുള്ള ചെരുപ്പ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നോക്കുന്ന സമയത്താണ് മിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ മൂത്ത മോന് ആ സമയത്താണ് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കാണിച്ചു കൊടുക്കാൻ ചെരുപ്പ് വാങ്ങിച്ചതൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ കൊത്തുപറാട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ റെഡിയാക്കി വെച്ച് ഇരിക്കുന്ന സമയത്താണ് കേട്ടോ മിച്ചു മേടിച്ചത്.
അപ്പോൾ കൊത്തു പൊറോട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലില്ലാത്ത ചിക്കനും പിന്നെ അതിലേക്കുള്ള ഉള്ളിലും സാധനങ്ങളൊക്കെ ഞാൻ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനി മിച്ചോട് കുറച്ച് നേരം സംസാരിക്കട്ടെ എന്ന് കേട്ട് പിന്നെ ഞാൻ ഫോണായിട്ട് അങ്ങനെ ഹാളിൽ പോയിരുന്നിട്ട് പിന്നെ അവനായിട്ട് അങ്ങനെ സംസാരിക്കണം. അപ്പോൾ അവർക്ക് അവിടുത്തെ എല്ലാ വിശേഷങ്ങളും എല്ലാ ദിവസവും വിളിച്ച് പറഞ്ഞു കേട്ടോ. അപ്പോഴാണ് അവർക്കൊരു സമാധാനം. ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ അങ്ങനെ 3 പേരും അങ്ങനെ തന്നെയാണ്. ഇഷ്ടമോ പിന്നെ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ബാക്കി 3 പേരും അങ്ങനെ തന്നെ. അവർക്ക് എല്ലാ വിശേഷങ്ങളും അവർക്ക് ഇങ്ങനെ ഇത് പറയണം. എനിക്കത് കേൾക്കാനും ഇഷ്ടമുണ്ട്. അപ്പോൾ ഞാനത് ഇങ്ങനെ ഓരോരുത്തരുടെ ആയിട്ട് ഇങ്ങനെ ഇത് കേൾക്കും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും അവർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ ഒന്നും പറയാതെ ആവും. പിന്നെ അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളാണ് സന്തോഷങ്ങളാണെങ്കിലും പിന്നെ അവർ നമ്മളിൽ നിന്ന് അത് ഒളിച്ച് വെക്കാനൊക്കെ പഠിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എപ്പോഴും അവർക്ക് പറയാനുള്ളതെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട് ഇരിക്കട്ടെ. അതിൻ്റെ ഒരു സമയം നമ്മൾ കണ്ടെത്തണം. പിന്നെ നമ്മൾ അതിനായിട്ട് സമയമൊക്കെ നോക്കി കണ്ടുവച്ചിട്ട് അവരെ വിളിച്ച് സംസാരിക്കുക അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവർ ഇവിടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ കുട്ടികൾ അവിടുത്തെ കാര്യം അവരുടെ സ്കൂളിൽ ഉണ്ടായ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അവരിങ്ങനെ പറയും. അപ്പോൾ അതിനപ്പം തന്നെ ഞാൻ ഓരോ മറുപടിയായിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ നിന്നിട്ട് സംസാരിക്കുക കേട്ടോ. കുട്ടികൾ കിച്ചണിലേക്ക് വന്നിട്ട് പിന്നെ ഇങ്ങനെ അവരെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യുക സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിൽ. അല്ലാതെ അപ്പോൾ അതിനായിട്ടൊരു സമയം നോക്കി കണ്ടു വെച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവർ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക. എന്നിട്ട് അതിലുള്ള മറുപടിയൊക്കെ കൊടുത്തിട്ടും ഒക്കെ ആയിട്ട് അവരോട് അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പറ്റിയ സമയത്ത് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കൊത്തു പൊറോട്ടയുടെ ഡീറ്റെയിലായിട്ട് വീഡിയോ ഇതിൽ കാണിക്കുന്നില്ല. കാരണം ഞാൻ മുന്നേ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഒരു ഓമക്കായ പഴുത്തുണ്ടായിരുന്നു. അപ്പോൾ കാൻ്റെ അമ്മ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതപ്പോൾ കൊത്തു പൊറോട്ടയ്ക്കുള്ള പൊറോട്ട ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൊത്തു പൊറോട്ടയുടെ പണിയും ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഡോനട്ടും കൊത്തു പൊറോട്ടയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്.